ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ പല സേഫ്റ്റി ഡിവൈസസ് മേടിച്ച് വെക്കാറുണ്ട്. ലൈക്ക് നമുക്ക് ഡാഷ് ക്യാമറ നമ്മൾ മേടിച്ച് വെക്കാറുണ്ട്, വണ്ടിയിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ മേടിച്ച് വെക്കാറുണ്ട്, നമ്മൾ ടയർ ഇൻഫ്ലേറ്റർ മേടിച്ച് വെക്കാറുണ്ട്, നമ്മൾ GPS ട്രാക്കർ മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ മറ്റൊരു സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ആ ഡിവൈസ് എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതാണ് ആ ഡിവൈസ്. ഡാഡീസ് റോഡിൻ്റെ വെഹിക്കിൾ സേഫ്റ്റി QR ഡെക്കാലാണ്. അതായത് ഒരു വെഹിക്കിൾ സേഫ്റ്റി QR സ്റ്റിക്കറാണ്. അപ്പോൾ ഈ സ്റ്റിക്കർ നമുക്ക് മേടിച്ചിട്ട് നമ്മളെ വണ്ടിയിൽ ഒട്ടിക്കാം. അപ്പം എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് ഈ സ്റ്റിക്കർ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ അവർക്ക് എന്താണ് ഈ മെസ്സേജ് അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അറിയിക്കാം. അതായത് ജസ്റ്റ് ലൈക്ക് ഒരു കോൺടാക്ട് ഡ്രൈവർ എന്നുള്ള രീതിയിലൊരു മീഡിയമാണ് ഈ സ്റ്റിക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനൊരു സെപ്പറേറ്റ് കസ്റ്റമർ കെയർ ഉണ്ട്. അവർ ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് 24/7 ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു കേസ് നമുക്ക് ഇൻഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ ഇൻഫോം ചെയ്യാം. അപ്പം എന്തിനാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെ സാഹചര്യത്തിലായിരിക്കും ഇത് ആവശ്യം വരുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം നമ്മുടെ പല ആൾക്കാർക്ക് ഇങ്ങനത്തെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി കാണും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത്, ചിലപ്പോൾ നമ്മളായിരിക്കും മറ്റൊരാരെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ അതിനൊരു വിറ്റ്നസ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ചിലപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ അറിയാണ്ട് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടിട്ട് പോകും. അപ്പോൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടിട്ട് പോയിട്ട് സ്വാഭാവികമായിട്ടും നമ്മളത് കണ്ടു. ആസ് എ റെസ്പോൺസിബിൾ ഡ്രൈവർ അവരത് ഇൻഫോം ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ശ്രമിക്കുന്ന മിക്ക സമയത്തും നമുക്ക് ആ പറഞ്ഞ ഓണറിനെ നമുക്ക് ചിലപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലെന്ന്. കോൺടാക്ട് ചെയ്യാൻ പറ്റാൻ ഒരു അൺനോൺ പേഴ്സൺ ആണെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. അവരുടെ നമ്പർ നമ്മുടെ ഇല്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അപ്പുറമൊക്കെ ഒന്ന് ചോദിക്കുമായിരിക്കും, ഇന്ന വണ്ടിയുടെ ഓണറിനെ എവിടെയെങ്കിലും കണ്ടു. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നമുക്ക് അവരെ കണ്ടെത്താൻ പറ്റിയില്ലെന്ന് വരും. ആ സാഹചര്യത്തിൽ നമ്മളങ്ങ് ആ ഒരു മിഷൻ ഫെയിലായിട്ട് അല്ലെങ്കിൽ നമ്മളത് ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പം ഈ ഒരു സ്റ്റിക്കർ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് ആ ഓണറിനെ നമുക്ക് ഈ കസ്റ്റമർ കെയർ ത്രൂ അവർക്ക് ആ മെസ്സേജ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു എക്സാമ്പിൾ. പിന്നെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഈ ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കാണുന്ന ഒരു മെയിനായിട്ട് പ്രശ്നമാണ്. കാരണം ബാംഗ്ലൂർ എല്ലാവർക്കും അറിയില്ല, വണ്ടി പാർക്കിംഗ് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ വണ്ടി പാർക്കിംഗ് ടാസ്ക് ആയത് കാരണം അവർക്ക് വണ്ടി ഇടാൻ സ്ഥലമില്ലാത്ത കാരണം ആൾക്കാർ പാതിരാത്രിയൊക്കെ ചിലപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ടിട്ട് പോകും. ഇപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ടിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ കാർ ഇറക്കാൻ പറ്റാണ്ടാവും. അപ്പം ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ അവരുടെ അവർക്കറിയാം ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന്. എങ്കിലും ചില ആൾക്കാർ എന്ത് ചെയ്യും, പേപ്പറിലൊക്കെ ഫോൺ നമ്പറൊക്കെ എഴുതിയാലോ ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ടോ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വളരെ നല്ല കാര്യമാണ്. കാരണം പുള്ളിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാവുന്നത് കൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ കോൺടാക്ട്സ് ഒക്കെ മിസ്യൂസ് ചെയ്യപ്പെടും, എസ്പെഷ്യലി നമ്മുടെ ലേഡി ഡ്രൈവേഴ്സിൻ്റെയൊക്കെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കും. ഇപ്പോൾ ഇൻ കേസ് നമുക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ നമുക്ക് ആ ഒരു റെസ്ക്യൂ ചെയ്യാൻ വരുന്ന ആളിന് ഈ ഒരു സ്റ്റിക്കറിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അവർക്ക് ഉടൻ തന്നെ നമ്മുടെ എമർജൻസി കോൺടാക്റ്റിനെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എമർജൻസി കോൺടാക്റ്റിനെ അറിയിക്കുമ്പം സ്വാഭാവികമായിട്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സപ്പോർട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം ഇന്നത്തെ കാലത്ത് ഫോണെന്നൊക്കെ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ഒരു മെസ്സേജ് വരാണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ മെസ്സേജ് എന്ന് വെച്ചാൽ പോലീസുകാർ ഈ വണ്ടിയുടെ നമ്പർ ഡീറ്റെയിൽസ് എടുത്ത് ഓണേഴ്സിൻ്റെ കോൺടാക്ട് സൈബർ സെല്ലിനൊക്കെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ RTO എന്നൊക്കെ ഡീറ്റെയിൽസ് എടുത്ത് അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഈ സമയം ഒന്നും എടുക്കാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ എമർജൻസി കോൺടാക്റ്റിനെ ഈ കസ്റ്റമർ കെയർ ത്രൂ നമുക്ക് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മസ്റ്റ് ബൈ പ്രോഡക്റ്റാണ്. ഇത് അതിന് വേണ്ടി ഭയങ്കര വിലയുള്ളൊരു സംഗതിയൊന്നുമില്ല. വളരെ തുച്ഛമായിട്ടൊരു 600 rupees ഇതിന് വിലയുള്ളൂ. അതും 1 time ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ലൈഫ് ലോങ് നിങ്ങൾക്കത് യൂസും ചെയ്യാം. സ്റ്റിക്കർ ആണെങ്കിൽ ഇൻ കേസ് സ്റ്റിക്കർ ഡാമേജ് ആയാലും ഫ്രീ ആയിട്ട് അവർ റീപ്ലേസ്മെൻറ്റ് തരുമെന്നാണ് ഇതിൻ്റെ മാനുഫാക്ചർ നമ്മളെ അറിയിച്ചത്. അപ്പം ഈ ഒരു സംഗതി അല്ലെങ്കിൽ ഇതിൻ്റെ എത്രമാത്രം പ്രാക്ടിക്കലി നമുക്കിത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിലാണെങ്കിലും ആപ്പ് സ്റ്റോറിലാണെങ്കിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ QR വഴി തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ക്യാമറ സ്കാൻ വഴി തന്നെ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഈ ആപ്പ് ഞാൻ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ തരാമെന്ന് വെച്ച് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം നമുക്കിതിൽ ആഡ് ചെയ്തിടാം. പിന്നെ ഇതിൽ വെഹിക്കിൾ വീണ്ടും ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ആപ്പിൽ തന്നെ നമുക്ക് വേറെ സ്റ്റിക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ന്യൂ ട്രാക്കറിൽ കാണിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എനേബിൾഡ് അല്ല. പിന്നെ നമുക്ക് ഇതിൽ വേറെ 1-2 ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് കുറേ
നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ റിമൈൻഡേഴ്സ് സെറ്റപ്പ് കുറച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഈ ഫോൺ വെച്ചിട്ട് നമുക്കൊന്ന് കസ്റ്റമർ കെയറിനൊന്ന് വിളിച്ച് നോക്കാം എങ്ങനെയാണ് അവർ നമ്മുടെ ഇതിൽ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന്. പറയുന്നത് 8888430049 ആ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഇതൊക്കെ വന്നിട്ടുണ്ട് ഡാഡീസ് റോഡ്. ഇത് ഡാഡീസ് റോഡ് അല്ലേ? ഓക്കെ, എനിക്കൊരു മീൻസ് എൻ്റെ വണ്ടിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടിട്ട് പോയി. അപ്പോൾ എനിക്ക് ആ വണ്ടി ഒന്ന് മാറ്റി തരാൻ പറയാമോ? വെഹിക്കിൾ നമ്പർ KL16U 5522. അതെ അതെ. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് ഇനി നോക്കാം ഇവർ എത്ര നേരത്തിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യും. കാരണം ഞാനിപ്പം ഇതൊരു കർണാടക ബേസ്ഡാ കോൾ വരുന്നു. ഹലോ ഹലോ ഹലോ, ആ പറയൂ. അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു. ശരി. അപ്പോൾ എത്ര പെട്ടെന്നാണല്ലേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 30 സെക്കൻഡിനുള്ളിൽ ഫുൾ പരിപാടിയും കഴിഞ്ഞു. നമുക്ക് സാധാരണ കേസിൽ നമ്മൾ ആളിനെ തപ്പി കിടന്ന് നമ്മുടെ സമയം പോകും, കാര്യവും നടക്കൂല, അവരുടെ കാര്യവും നടക്കൂല, എല്ലാവരും പെടുകയും ചെയ്യും. അപ്പോൾ ഇതിപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മീൻസ് ഈ എൻ്റെ വണ്ടി കാരണമല്ല, നമുക്കും മറ്റൊരു വണ്ടി കാരണം ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഒരു കാര്യം ആ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കറങ്ങി നോക്കുമോ, ഇങ്ങനത്തെ ഉള്ള സ്റ്റിക്കർ അതിലുണ്ടോ. സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ കസ്റ്റമർ കെയറിലേക്ക് കോൾ ചെയ്തിട്ട് അവരെ അറിയിക്കുക. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരാൾ ഇത് മീൻസ് എല്ലാവരും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവരും അറിയണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞാലേ ഇത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു എഫക്റ്റീവ് ആവത്തുള്ളൂ. അപ്പം മാക്സിമം ഇത് ഷെയർ ചെയ്യുക. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര വലിയ പൈസയൊന്നും ഇല്ല, ഒരു 600 രൂപയുടെ കാര്യമുള്ളൂ. 600 രൂപയ്ക്ക് സാധനം മേടിച്ച് വെച്ചാൽ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. വേറെ ഇതിൽ റിന്യൂവലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് ഉപകാരപ്പെടും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഡിവൈസ് മേടിച്ചിട്ട് ഉപകാരപ്പെടുവാണെങ്കിൽ കമൻറ്റിൽ ഒന്ന് അറിയിച്ചേക്കണം. കാരണം നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. കാരണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരമൊക്കെ വന്നല്ലോ ഈ വീഡിയോ കണ്ടിട്ടെന്ന്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.